10 വർഷത്തിന് ശേഷം ഒക്ടോബറിൽ 16 ലക്ഷം രൂപ ലാഭത്തിലായി മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ. തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും കഠിനാധ്വാനവും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലും ഇതിന് തുണയായി. 4.5 വർഷം കൊണ്ട് 14.10 കോടിയാണ് സംസ്ഥാന സർക്കാർ കമ്പനിക്ക് അനുവദിച്ചത്. സർക്കാരിന്റെ സൗജന്യ യൂണിഫോം പദ്ധതി മില്ലിന് നേട്ടമുണ്ടാക്കി. 6 ലക്ഷം കിലോ നൂൽ പദ്ധതിക്കായി നൽകി. ഇതിലൂടെ 12.79 കോടി വരുമാനം കിട്ടി. 4000 കിലോയാണ് പ്രതിദിന ഉൽപ്പാദന ശേഷി. പോളിസ്റ്ററും കോട്ടണും കൂടിച്ചേർന്നുള്ള നൂലാണ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രവർത്തന മൂലധനമായി 9.10 കോടിയാണ് സർക്കാർ അനുവദിച്ചത്. കൂടാതെ നവീകരണത്തിന് 5 കോടി, ലോക്ക്ഡൌണിൽ തൊഴിലാളികൾക്കുള്ള സഹായമായി 48 ലക്ഷവും അനുവദിച്ചു. ഇനി അത്യാധുനിക ഓട്ടോകോൺ ഈ മാസം കമ്മീഷൻ ചെയ്യും. അന്നറ്റിന്റെ സഹായത്തോടെ സോളാർ വൈദ്യുത പദ്ധതി ആരംഭിക്കും. 34.24 ലക്ഷത്തിന്റെ ഗാർമെന്റ്സ് യൂണിറ്റ് ഉടൻ സ്ഥലത്ത് വരും. നേരത്തെ വലിയ നഷ്ടത്തിലായിരുന്നു പാണക്കാട് സ്പിന്നിംഗ് മിൽ പ്രവർത്തിച്ചിരുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യമായ സർജിക്കൽ കോട്ടൺ ഉൽപ്പാദിക്കാനുള്ള പദ്ധതി സർക്കാർ അംഗീകാരത്തിനായി നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. മില്ലിലെ ശേഷി 25,000 പ്രിന്റലായി ഉയർത്താനുള്ള നടപടിയും പുരോഗമിക്കുകയാണ്. 3 ഷിഫ്റ്റുകളായി 400 തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. എല്ലാവരുടെയും സഹകരണമാണ് വിജയത്തിന് കാരണമെന്ന് മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ പാലോളി അബ്ദുറഹ്മാൻ പറഞ്ഞു. മലപ്പുറം സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ 11 വർഷക്കാലത്തിനിടക്ക് ആദ്യമായാണ് ലാഭമുണ്ടാക്കുക എന്നുള്ള കാര്യം ചാരിതാർത്ഥ്യമായത്. കഴിഞ്ഞ മാസം 16 ലക്ഷത്തിലധികം രൂപ ലാഭമുണ്ടാക്കാൻ ഈ മലപ്പുറം സഹകരണ മില്ലിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ എല്ലാ സ്ഥാപനങ്ങളും, പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുമൊക്കെ നഷ്ടത്തിൻ്റെ കണക്ക് പറയുമ്പോൾ കഠിനാധ്വാനത്തിലൂടെയും ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെയും ഈ ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. മില്ലിൻ്റെ മുന്നോട്ടുള്ള വരുംകാല പ്രയാണങ്ങളിൽ അത് ഞങ്ങൾക്ക് പ്രചോദനമാണ്. സംസ്ഥാനത്തെ മറ്റു മില്ലുകളൊക്കെ നഷ്ടത്തിലാകുമ്പോഴും ഈ സഹകരണ സ്ഥാപനം എല്ലാവർക്കും മുമ്പിലും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്.